السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وأتباعه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. إلهي لا تعذبني فإني مقر بالذي قد كان مني. يظن الناس بي خيرا فإني لشر الخلق إن لم تعف عني. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാലം അവന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും നാമുമായി ബന്ധപ്പെട്ടവരുടെയും നമ്മോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു സഫലീകരിക്കുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട മുഹറം മാസം, പവിത്രമായ വെള്ളിയാഴ്ച ദിവസം, പരിശുദ്ധമാക്കപ്പെട്ട ജുമുഅക്ക് വേണ്ടിയാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഈ ദിവസത്തിന്റെ എല്ലാ മഹത്വവും പൂരിഷയും എന്തൊക്കെയുണ്ട് എന്ന് നമുക്കൊന്നും അറിയില്ല. അതെല്ലാം നമുക്ക് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, ആശുറയുടെ നോമ്പിലാണ് നാം ഉള്ളത്. മുഹറം 10 അന്നുള്ള നോമ്പ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരെല്ലാം അനുഷ്ഠിച്ച ഒരു നോമ്പാണ് ആശുറയുടെ നോമ്പ് എന്ന് പ്രഭാത ഹദീസിലൂടെ നാം മനസ്സിലാക്കിയതാണ്. സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ വന്നവരും അല്ലാത്തവർ വാട്സപ്പിലൂടെയും എല്ലാം ക്ലാസ് ശ്രദ്ധിച്ചു കാണും. ഈ ആശുറയുടെ നോമ്പ് എന്നുള്ളത് മുൻകാല പ്രവാചകന്മാർ എല്ലാവരും തന്നെ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു നോമ്പാണ്. മുഹറം 10 എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളിൽ മഹത്തുക്കളായ പ്രവാചകന്മാർ അടക്കം ഒരുപാട് മനുഷ്യർക്ക് പല രീതിയിലുള്ള നേട്ടങ്ങളും വിജയവും സമ്മാനിച്ച ഒരു സുദിനമാണ് മുഹറം 10 എന്നുള്ളത്. ആവർത്തിച്ചു വരുന്ന മുഹറം 10കളിൽ തന്നെ അല്ലാഹു തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. ഏതെങ്കിലും ഒരു മുഹറം 10 മാത്രമല്ല, കാലഘട്ടങ്ങൾ വ്യത്യസ്തമായ പ്രവാചകന്മാരുടെ അനുയായികൾക്കും പ്രവാചകന്മാർക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമാകുന്ന ഒരു മുഹറം 10 മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകിയത്, അനുഗ്രഹം നൽകിയത്. കഴിഞ്ഞ ആഴ്ചകളിലൂടെ നാം സൂചിപ്പിച്ചതാണ്.
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയമാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ വിജയം. യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു, അയ്യൂബ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു, ഇബ്രാഹിം നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ടു. മൂസ നബി അലൈഹിസ്സലാമിന്റെ രക്ഷ ഏറ്റവും പ്രധാനപ്പെട്ടതാകാൻ കാരണം എന്താ? മുഹറം 10 നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്, മൂസ നബി അലൈഹിസ്സലാമിനെയും ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയപ്പോ ആ പ്രവാചകനും അവരുടെ അനുയായികളും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്ദി സൂചകമായി നോമ്പനുഷ്ഠിച്ചു. അതുകൊണ്ട് തന്നെ ആ പ്രവാചകനോട് ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഞാനും നിങ്ങളും നോമ്പനുഷ്ഠിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചു. മുഹറം 10 നോമ്പിന്റെ അടിസ്ഥാനം എന്നുള്ളത് മൂസ നബി അലൈഹിസ്സലാമിന്റെ വിജയവും അവരുടെ അനുയായികൾ അതിന് നന്ദി സൂചകമായി അനുഷ്ഠിച്ച നോമ്പുമാണ് അതിന്റെ ആധാരം എന്നിരിക്കെ, മുഹറം 10 നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ വിജയം എന്നുള്ളത്. ബഹുമാനികളെ, മൂസ നബി അലൈഹിസ്സലാമിന്റെ വിജയത്തിലേക്ക് എത്തിച്ച കാര്യം എന്താണ്? നമുക്കറിയാം, മിസ്ർ എന്ന് പറയുന്ന നഗരം, ഈജിപ്റ്റ് നഗരം, ഈജിപ്റ്റ് എന്ന് പറയുന്ന ആ നാട്ടില് 2 വിഭാഗം ആളുകളാണ് ജീവിച്ചിരുന്നത്. ഒന്ന് ഖിബ്തികളാണ്. ഖിബ്തികൾ എന്ന് പറഞ്ഞാൽ മിസ്രിലെ സ്വദേശികളാണ്. രണ്ടാമത്തെ വിഭാഗം ബനു ഇസ്രയേലിലാണ്. ബനു ഇസ്രയേൽ സ്വദേശികളല്ല, അവർ വിദേശികളാണ്. കൻആനിൽ നിന്നും മിസ്രിലേക്ക്, ഈജിപ്തിലേക്ക് വന്നവരാണ് ബനു ഇസ്രയേൽ. എന്താണ് ഉണ്ടായത്? ഖിബ്തികളെ സംബന്ധിച്ചിടത്തോളം അവർ സ്വദേശികളാണ് എന്ന സ്വദേശി ബോധം അവരിലേക്ക് വന്നു. എപ്പോഴെന്നറിയോ? റംസിസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔനിന്റെ കാലഘട്ടത്തിൽ. ഈജിപ്റ്റ് ഭരിക്കുന്ന രാജാക്കന്മാരെ എല്ലാം ഫിർഔൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ റംസീസ് രണ്ടാമൻ എന്ന ആളാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഫിർഔൻ. റംസീസ് രണ്ടാമൻ എന്നറിയപ്പെടുന്ന ഫിർഔന്റെ കാലഘട്ടത്തിൽ സ്വദേശി ബോധം ഖിബ്തികളിൽ കുത്തിനിറക്കപ്പെടുകയും വിദേശികളാകുന്ന ബനു ഇസ്രയേലിനെ പ്രയാസപ്പെടുത്തുകയും പീഡനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുവരേക്കും ബനു ഇസ്രയേലിന് വലിയ അംഗീകാരമായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, ഇത് ഖുർആൻ ഷരീഫിന്റെ ചരിത്രമാണ്, ഇന്നത്തെ ദിവസത്തിന്റെ ചരിത്രമാണ്. റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഫിർഔനിന്റെ കാലഘട്ടം വരേക്കും ബനു ഇസ്രയേലിന് മിസ്രിൽ വലിയ സ്ഥാനമായിരുന്നു, അംഗീകാരമായിരുന്നു. എങ്ങനെ? അവർ പ്രവാചകന്മാരുടെ മക്കളാണ് എന്ന നിലയിൽ. നമ്മളിപ്പോ സയ്യിദന്മാർക്ക് കൊടുക്കില്ലേ, തങ്ങന്മാർക്ക് ഒരു അംഗീകാരം കൊടുക്കുന്നില്ലേ എന്ന നിലയിൽ തന്നെ മിസ്രിലെ പ്രവാചകന്മാരുടെ സന്തതികൾ എന്ന നിലയിൽ ബനു ഇസ്രയേലിന് അംഗീകാരമായിരുന്നു. ബനു ഇസ്രയേൽ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങളാണ്. ഇസ്രയേൽ എന്ന പ്രവാചകൻ, ഇസ്രയേൽ എന്നത് യാക്കൂബ് നബി ഇസ്ലാമിന്റെ ഒരു പേരാണ്. ഇസ്രയേൽ എന്നുള്ളത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു പേരാണ്. ആ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരകളാണ് ബനു ഇസ്രയേൽ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? ബനു ഇസ്രയേൽ, ഇസ്രയേലിന്റെ സന്തതികൾ. ബനു എന്ന് പറഞ്ഞാൽ മക്കൾ എന്നാണല്ലോ, ഇബ്ന് ബനു. അപ്പോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ, പ്രവാചക പുത്രന്മാർ എന്ന നിലയിൽ മിസ്രിലെ ആബാലവൃദ്ധം ജനങ്ങളും ബനു ഇസ്രയേലിന് ഒരു അംഗീകാരം നൽകിയിരുന്നു, ആദരവ് നൽകിയിരുന്നു. എന്നാൽ റംസീസ് രണ്ടാമന്റെ കാലഘട്ടം, ഫിർഔനിന്റെ കാലഘട്ടം എത്തിയപ്പോ അവൻ അതെല്ലാം തകിടം മറിച്ചു. ബഹുമാനികളെ, എങ്ങനെയാണ് ബനു ഇസ്രയേല് ഈജിപ്തിലേക്ക് എത്തിയത്? വിശാലമായ ചരിത്രം ചുരുങ്ങിയ നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എങ്ങനെയാണ് ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ആ വിഭാഗം ഈജിപ്തിലേക്ക് എത്തിയത്? ഇവര് കൻആനികളാണ്. ബനു ഇസ്രയേൽ എന്ന് പറയുന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സ്വദേശം എന്നുള്ളത് കൻആൻ എന്ന് പറയുന്ന സ്ഥലമാണ്. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് 12 മക്കളാണ്. എല്ലാവരും ബനു ഇസ്രയേലാണ്, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതികളാണ്. 11ാമനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് പ്രത്യേകമായ സ്നേഹവും വാത്സല്യവും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു.
ഈ ഒരു പിതാവിന്റെ സമീപനം മറ്റു മക്കൾക്ക് ദഹിച്ചില്ല, ഇഷ്ടപ്പെട്ടില്ല. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് അവർ അസൂയ വെച്ചു. പിതാവിൽ നിന്ന് എങ്ങനെയെങ്കിലും അകറ്റണമെന്നും പിതാവിന്റെ മുഴുവൻ അംഗീകാരവും സ്നേഹവും വാത്സല്യവും തങ്ങൾക്ക് കിട്ടണമെന്ന് മറ്റുള്ള മക്കൾ ആഗ്രഹിച്ചു. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ പിതാവിൽ നിന്നും അകറ്റുന്നതിന് വേണ്ടി അവർ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൽ നിന്നും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ്. വലിയ വിശാലമായ തിങ്ങി നിറഞ്ഞതായ കാട്ടിനുള്ളിലുള്ള ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടു യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ. ചരിത്രം നമുക്കറിയാം. പരിശുദ്ധ ഖുർആൻ ശരീഫ് ഇതെല്ലാം കൃത്യമായ നിലയിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെറിയ കുഞ്ഞാണ്, 8-9 വയസ്സ് മാത്രം. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ തന്റെ സഹോദരങ്ങൾ കിണറ്റിൽ കൊണ്ടുപോയിട്ടു. കിണറ്റിൽ നിന്നും പിന്നെ എടുത്തതാരാ? അതുവഴി വന്ന യാത്രക്കാരാണ്. പരിശുദ്ധ ഖുർആൻ ശരീഫ് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വജാഅത് സയ്യാറത്തുൻ ഫഅർസലു വാരിദഹും ഫഅദ്ലാ ദൽവഹു യഖാല യാ ബുശ്റാ ഹാദാ ഗുലാം. വജാഅത് സയ്യാറത്തുൻ, ഒരു യാത്രാ സംഘം അതിലൂടെ കടന്നു വന്നു. യാത്രാ സംഘം അവരെ കച്ചവടക്കാരായിരുന്നു എന്ന് മറ്റൊരു ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവർ ആ കിണറിന്റെ അടുക്കലെത്തിയപ്പോൾ, കിണർ കണ്ടപ്പോ അവർക്ക് വെള്ളം കൊണ്ടുവരുന്ന ആളെ അവർ കിണറ്റിന്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ ചെന്നുകൊണ്ട് ബക്കറ്റ് താഴ്ത്തുന്ന സമയത്ത് ഒരു സുന്ദരനായ ഒരു കുട്ടി അവിടെ കാണുകയാണ്. ഖാല യാ ബുശ്റാ ഹാദാ ഗുലാം. ആ മനുഷ്യൻ അവിടെ നിന്ന് വിളിച്ചു പറയാണ്, ഇതാ ഈ കിണറ്റിൽ ഒരു ബാലൻ കിടക്കുന്നു, ഒരു കുഞ്ഞ് കിടക്കുന്നു. എന്തൊരു സന്തോഷം! സന്തോഷത്തിന്റെ വാർത്തയാണ്. യാ ബുശ്റാ. എന്താണ് അവരുടെ സന്തോഷത്തിന്റെ നിദാനം? എന്താണ് അവർക്ക് സന്തോഷം ഉണ്ടാകാൻ കാരണം? എന്താണ്? കച്ചവടക്കാരെന്ന നിലയിൽ ഈ കുട്ടിയെ ഈജിപ്തിൽ കൊണ്ടുപോയി വിറ്റാൽ നമുക്ക് അതിന്റെ പൈസയും കൂടി കിട്ടും. ആ സന്തോഷമാണ് അവർക്ക്. അങ്ങനെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ആ കച്ചവട സംഘം കിണറ്റിൽ നിന്നും എടുത്തുകൊണ്ട് മിസ്രിൽ കൊണ്ടുപോയി കൊണ്ട് വിൽക്കുകയാണ്. അവിടെ നിന്ന് മിസ്രിന്റെ അധിപൻ രാജാവ് വാങ്ങുകയാണ്. ഇതൊക്കെ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ചരിത്രം യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഈജിപ്തിന്റെ കൊട്ടാരത്തിൽ ചെന്നു, രാജാവിന്റെ കൊട്ടാരത്തിൽ വസിക്കുകയാണ്. അപ്പോഴാണ് സലീഹ ബീവിക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ ആഗ്രഹം ജനിച്ചത്. സലീഹ ബീവിയുമായിട്ടുള്ളതായ ബന്ധം അറിഞ്ഞപ്പോ ഈജിപ്തിന്റെ രാജാവ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ജയിലിൽ അടച്ചു. ജയിലിൽ നിന്നും മോചിതനാകാൻ, പിന്നീട് മോചിതനായി ഈജിപ്തിന്റെ അധികാരത്തിലേക്ക് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വന്നു. മോചിതനാകാനുള്ള കാരണം, ജയിലിൽ കിടക്കുന്ന സമയത്ത് ഈജിപ്തിന്റെ രാജാവ് ഒരു സ്വപ്നം കണ്ടു. എന്തായിരുന്നു സ്വപ്നം? തടിച്ചു കൊഴുത്തതായ 7 പശുക്കൾ, 7 പശുക്കളെ മെലിഞ്ഞൊട്ടിയതായി 7 പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. 7 പച്ച നെൽക്കതിരുകളെ കണ്ടു, 7 ഉണങ്ങിയ നെൽക്കതിരുകളെയും കണ്ടു. ഈ സ്വപ്ന വ്യാഖ്യാനത്തെ സംബന്ധിച്ച് രാജാവ് തന്റെ കൂടെയുള്ള, തന്റെ ചുറ്റിനുമിരിക്കുന്ന പണ്ഡിതന്മാരോട് അന്വേഷിക്കുകയാണ്. ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, ഒന്നല്ല പല ആവർത്തി കണ്ടു. എന്തായിരുന്നു സ്വപ്നം? തടിച്ചു കൊഴുത്തതായ 7 പശുക്കളെ മെലിഞ്ഞൊട്ടിയ 7 പശുക്കൾ ഭക്ഷിക്കുന്നതായിട്ടും 7 പച്ച നെൽക്കതിരുകളെയും 7 ഉണങ്ങിയ നെൽക്കതിരുകളെയുമാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഇതിന്റെ വ്യാഖ്യാനം നിങ്ങൾ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോ രാജാവിന്റെ ചുറ്റും നിൽക്കുന്നതായ പണ്ഡിതന്മാര് പറഞ്ഞു, ഇതെന്താണ്? ഇതൊരു ദുസ്വപ്നമാണ്, ഇത് ദുസ്വപ്നമാണ്, ദുസ്വപ്നത്തിന് ഞങ്ങൾ വ്യാഖ്യാനം നൽകുകയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. പല ആവർത്തി കണ്ടു. ആ സമയത്ത് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഒരാൾ പരിചയപ്പെടുത്തി കൊടുത്തു. ജയിലിൽ ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യനിക്ക് സ്വപ്ന വ്യാഖ്യാനം അറിയാം, ആ മനുഷ്യനോട് ചോദിക്കാൻ പറഞ്ഞു. രാജാവ് ആളെ വിട്ടു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഇനിയുള്ള 7 വർഷം നിങ്ങൾക്ക് സമൃദ്ധിയുടെ വർഷമാണ്. ആ വർഷം നിങ്ങൾ നല്ലവണ്ണം കൃഷി ചെയ്യണം. അത് കഴിഞ്ഞിട്ടുള്ള 7 വർഷം എന്നുള്ളത് ദാരിദ്ര്യത്തിന്റെ വർഷമാണ്. 7 വർഷം അന്നത്തേക്ക് നിങ്ങൾ ഈ 7 വർഷം കിട്ടുന്നതിൽ നിന്നും സംഭരിച്ചു വെക്കണമെന്ന് യൂസുഫ് നബി അലൈഹി ഇസ്ലാം വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തു. രാജാവിന് സന്തോഷമായി.
വലിയൊരു അപകടത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പായിരുന്നു തന്റെ സ്വപ്നമെന്നതും തനിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി ആ മനുഷ്യരെ തന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ രാജാവ് പറയുകയും ചെയ്തു. എന്നിട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കി മാറ്റുകയും ചെയ്തു. ബഹുമാനികളെ, പിന്നീട് എന്താ ഉണ്ടായി? ഈ സമൃദ്ധിയുടെ 7 വർഷക്കാലത്തിന് ശേഷം ദാരിദ്ര്യത്തിന്റെ 7 വർഷം വന്നപ്പോൾ കൻആനിൽ നിന്നും സഹോദരങ്ങൾ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് മിസ്രിലേക്ക് വന്നു. എന്തുകൊണ്ട്? മിസ്രിൽ മാത്രമായിരുന്നു അന്ന് ഭക്ഷണം ഉണ്ടായിരുന്നത്. അത് എന്തുകൊണ്ടാണ്? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ടായിരുന്നു. ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി തീർന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് അന്ന് ഈജിപ്തിൽ മാത്രമായിരുന്നു ഭക്ഷണം കിട്ടിയിരുന്നത്. കൻആനിൽ നിന്നും തന്നെ ഉപദ്രവിച്ചതായ സഹോദരങ്ങൾ ഇതാ ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട് തന്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം ഭക്ഷണം കൊടുത്തയച്ചു. പിന്നീട് അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരൻ യൂസുഫാണ്. ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് ഒരു പ്രതികാര നടപടിയും സ്വീകരിക്കാൻ ഞാൻ മുതിരുന്നില്ല. അവരെ വെറുതെ വിടുകയും അവരോടെല്ലാവരോടും ഈജിപ്തിലേക്ക് വരാൻ കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ യാക്കൂബ് നബി അലൈഹിസ്സലാമും 12 മക്കളും ഈജിപ്തിലേക്ക് വന്നു. അങ്ങനെയാണ് ബനു ഇസ്രായേൽ കൻആനിൽ നിന്നും മിസ്രിലേക്ക് വന്നത്. അപ്പോ മിസ്രിൽ വിദേശികളാണ് ആര്? ബനു ഇസ്രായേൽ. മിസ്രിൽ അന്നും ഉള്ള സ്വദേശികളാണ് ടിബിത്തികൾ. റംസീസ് രണ്ടാമന്റെ സമയമായപ്പോൾ, ഫിർഔനിന്റെ കാലഘട്ടം എത്തിയപ്പോ അതുവരെ ഉണ്ടായിരുന്ന അംഗീകാരം തങ്ങളുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാകുന്ന ഒരു വലിയ മഹത്തുക്കളായ പ്രവാചകന്മാർ ആ ഈജിപ്തിൽ നടത്തിയിട്ടുള്ളതായ പ്രവർത്തനങ്ങളും അവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളതായ സമയങ്ങളും സമ്പത്തുകളും അതുപോലെ തന്നെ അവർക്ക് നൽകിയിട്ടുള്ളതായ വിജ്ഞാനങ്ങളും അതെല്ലാം കൊണ്ട് ബനു ഇസ്രായേലിനോട് തിബത്തികൾക്ക് ആദരവും ബഹുമാനവുമായിരുന്നു. എന്നാൽ റംസീസ് രണ്ടാമൻ എന്ന് പറയപ്പെടുന്ന ഫിർഔൻ വന്നുകൊണ്ട് എന്താണ് പറഞ്ഞത്? പരിശുദ്ധ ഖുർആൻ ശരീഫ് അതിനെക്കുറിച്ച് പറയുന്നത്, ഇന്ന ഫിർഔന അലാ ഫിൽ അർദ്, ഭൂമിയിൽ അവൻ ഔന്നിത്യം നടിക്കുകയാണ് ചെയ്തത്. അവനിക്ക് ആദരവും ബഹുമാനമൊന്നും ഉണ്ടായില്ല. എന്ത് തങ്ങന്മാര്, എന്ത് മുയിലാന്മാര്, ആ ഒരു സമീപനമായിരുന്നു ആർക്ക്? ഫിർഔനിന്. ഫിർഔന് അതുവരെ ഉണ്ടായിരുന്ന പ്രവാചക സന്തതികൾക്ക് കൊടുത്തിരുന്ന ആദരവും ബഹുമാനവും അവൻ ഇല്ലാതെയാക്കി. അവൻ ബനു ഇസ്രായേലിനെ പാർശ്വവൽക്കരിച്ചു. അവൻ എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നുണ്ട്, വജഅല അഹ്ലഹാ ശിയആ, പാർട്ടികളായിട്ട് അവൻ വേർതിരിക്കുകയാണ് ചെയ്തത്. ബനു ഇസ്രായേൽ വേറെ ഭാഗത്ത്, തിബത്തികൾ വേറെ ഭാഗത്ത്. യസ്തളിഫു ത്വാഇഫതൻ മിൻഹും, അവരിൽ നിന്നും ബനു ഇസ്രായേലിനെ അവർ ദുർബലരായിട്ട് കണക്കാക്കുകയും ചെയ്തു. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, ആൺകുട്ടികളെ അറുകൊല ചെയ്തു. ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരു കുട്ടി തന്റെ അധികാരത്തിന് ഭീഷണിയാകുമെന്നൊരു ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബനു ഇസ്രായേലിൽ ജനിക്കുന്ന കുഞ്ഞുമക്കളെ അറുകൊല ചെയ്തു. യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹീ നിസാഅഹും, എന്നിട്ട് പറയുകയാണ്, ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ, തീർച്ചയായിട്ടും അവൻ വലിയ കുഴപ്പക്കാരനായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ ശരീഫ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ അവരിൽ നിന്നുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനെയും ജനതയെയും രക്ഷപ്പെടുത്തുന്നത്. അതിന് നന്ദി സൂചകമായി കൊണ്ടാണ് ബനു ഇസ്രായേൽ എന്ത് ചെയ്തത്? നോമ്പനുഷ്ഠിച്ചത്. ഇന്നും നമ്മൾ നോമ്പുകാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി കൊണ്ടുള്ളതായ ഒരു നോമ്പാണ് ആശുറയുടെ നോമ്പ്. മാത്രമല്ല, മുൻകാല പ്രവാചകന്മാർ എല്ലാവരും തന്നെ അനുഷ്ഠിച്ചിട്ടുള്ള നോമ്പാണ് എന്നതുകൂടി അതിന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയാണ്. ബഹുമാനികളെ, ഒരുപാട് പ്രവാചകന്മാർക്ക് രക്ഷ നൽകി, ഒരുപാട് സമൂഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകി എന്ന് പറഞ്ഞില്ലേ? അതിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വിജയം നൽകി, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ രോഗം മാറ്റി. അതോടൊപ്പം തന്നെയാണ് യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യവയറ്റിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, യൂനുസ് നബി അലൈഹിസ്സലാം നീനവ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പ്രബോധനത്തിന് വേണ്ടി നിയുക്തനായ പ്രവാചകനാണ്. നീനവ എന്ന് പറയുന്ന പ്രദേശത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് യൂനുസ് നബി അലൈഹിസ്സലാം ക്ഷണിച്ചു.
അവര് ക്ഷണം സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഒരുപാട് ഉപദ്രവങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങൾക്കും യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ വിധേയമാക്കി. അങ്ങനെ യൂനുസ് നബി അലൈഹി ഇസ്ലാം അവിടെ നിന്ന് പുറപ്പെടുകയാണ് അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ. അങ്ങനെയാണ് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലേക്ക് ചെന്ന് ചേരുന്നത്. ചരിത്രം ഞാൻ ചുരുക്കി പറയുകയാണ്. അവിടെ നിന്നുകൊണ്ട് യൂനുസ് നബി അലൈഹിസ്സലാം എന്താ ചെയ്തത്? കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിനെ കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിയുകയാണ്. ആലോചിച്ച് നോക്കൂ, ഒരു പ്രവാചകനാണെന്ന് ഓർക്കണം, കടലിലേക്ക് വലിച്ചെറിയുന്നു. മത്സ്യത്തിന്റെ വയറ്റിലേക്കാണ് യൂനുസ് നബി അലൈഹിസ്സലാം ചെല്ലുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്രയാസമുണ്ടായാൽ, ഇനി അങ്ങനത്തെ അല്ല, അതിനേക്കാളും ചെറിയൊരു പ്രയാസമുണ്ടായാൽ നമ്മൾ ആലോചിക്കുന്നത് എന്താ? ഞാൻ കൃത്യമായിട്ട് നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നിന്നോട് അടുത്ത ആളാണ്, എന്നിട്ടും എനിക്ക് എന്തെല്ലാം പരീക്ഷണങ്ങളാ, എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികളാണ് എനിക്ക് നീ തരുന്നത്, അല്ലെ? നമ്മുടെ ഓരോ ചിന്താഗതി. യൂനുസ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത്, സമുദ്രത്തിന്റെയും മത്സ്യവയറിന്റെയും ഇരുളുകളിൽ നിന്നുകൊണ്ട് ആ അടിമ വിളിച്ചു പറയുന്നത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, റബ്ബേ നീ അല്ലാതെ ഒരു ഇലാഹില്ല കേട്ടോ. സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. ആലോചിച്ച് നോക്കൂ, അപ്പോഴും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. നമുക്ക് പ്രയാസം ഉണ്ടാകുമ്പോഴാണ് വാഴ്ത്തുക. നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് 1000 വട്ടം പറയും. ഒരു പ്രയാസം ഉണ്ടായി നോക്കട്ടെ, നമ്മുടെ വിധം മാറും. യൂനുസ് നബി അലൈഹി സ്വലാം പറയാണ്, സുബ്ഹാനക, നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനായതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നത്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്. യൂനുസ് നബി അലൈഹി സ്വലാം പറയുകയായിരുന്നു. ബഹുമാനികളെ, മുഹറം 10 എന്നുള്ള ഈ ആശുറാഇന്റെ സുദിനം നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളോട് ചേർന്ന് നിൽക്കും. അതിൽ അല്ലാഹുവിലുള്ളതായ വിശ്വാസം നമ്മൾ കൃത്യമാക്കണം. അത് യൂനുസ് നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മൂസ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രവും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. യൂനുസ് നബി അലൈഹി സ്വലാം അപ്പോൾ പറഞ്ഞത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സൂറത്തുൽ അംബിയായിൽ അല്ലാഹു തആല പറയാണ്. എന്നിട്ട് അല്ലാഹു തആല തുടർന്ന് പറഞ്ഞത് എന്താ? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മ വകദാലിക നുൻജിൽ മുഅ്മിനീൻ. ഫസ്തജബ്നാ ലഹു, യൂനുസ് നബി അലൈഹി സ്വലാമിന് ഞാൻ മറുപടി കൊടുത്തു. യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി കൊടുത്തു. വനജ്ജയ്നാഹു മിനൽ ഗമ്മ, മഹാനവറുകൾ അകപ്പെട്ടതായ പ്രയാസത്തിൽ നിന്നും നാം രക്ഷപ്പെടുത്തി. വനജ്ജയ്നാഹു മിനൽ ഗമ്മ, യൂനുസ് നബി അലൈഹി സ്വലാമിനെ നാം രക്ഷപ്പെടുത്തി. എന്നിട്ട് അല്ലാഹു തആല ചേർത്ത് പറഞ്ഞത്, വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇതുപോലെ മുഅ്മിനീങ്ങളെയും നാം രക്ഷപ്പെടുത്തും. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണ് എങ്കിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇല്ലെങ്കിൽ ഒരു പ്രതീക്ഷയും വെക്കണ്ട. നമ്മൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ നമുക്ക് പ്രതീക്ഷയാണ്. കാരണം എന്താ? അല്ലാഹു തആല വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുമെന്നാണ്. ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ, ആരാണ് മുഅ്മിൻ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ച്, മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഈ വിശേഷണങ്ങൾ ഉണ്ടോ നമ്മളിൽ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. എന്നാൽ നമുക്ക് വിജയിക്കാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊന, അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. അവർ ഭക്തിയുള്ളവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ നോക്കുക. ഇനി രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്താണെന്നറിയോ? വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഘുവായ കാര്യങ്ങളെ തൊട്ടെല്ലാം അവര് തിരിഞ്ഞു കളയും. ലഘുവായ കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തൊട്ടെല്ലാം അവർ തിരിഞ്ഞു കളയും. ആലോചിച്ച് നോക്കൂ ബഹുമാനികളെ, വർത്തമാനകാല സാഹചര്യത്തിൽ ഇന്ന് അനാവശ്യ കാര്യങ്ങളിലേക്കാണ് മുസ്ലിം നാമധാരികളായ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. ആലോചിച്ച് നോക്കൂ, പാവപ്പെട്ട ഫലസ്തീനിലെ മക്കളെ, അതുപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളെ പല രാജ്യങ്ങളിലും പീഡനങ്ങൾക്കും അതുപോലെ തന്നെ പ്രയാസങ്ങൾക്കും വിധേയമാക്കുന്നതായ ജൂതന്മാരും ക്രൈസ്തവ സമൂഹങ്ങളും അവരോട് അവരുടെ കൊടി നമ്മൾ പിടിച്ചിരിക്കുകയാണ്.
അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലയിൽ നമ്മൾ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും നമ്മൾ സ്ഥാപിക്കുകയാണ്. അവരുടെ പേരുകളുള്ള ജേഴ്സികൾ അണിഞ്ഞുകൊണ്ടാണ് പള്ളിയിലേക്ക് പോലും ആളുകൾ എത്തുന്നത്. ആലോചിച്ച് നോക്കൂ. ഫുട്ബോൾ എന്ന് പറയുന്ന ആ കായിക ആസ്വാദനം എന്നതിലും ഉപരി, അത് നമുക്ക് സമ്മതിക്കാം, കായിക ആസ്വാദനം ഓക്കെ, എന്നാൽ അതിലും ഉപരി ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണോ മുസ്ലിം സമൂഹങ്ങളുടെ? ആലോചിച്ച് നോക്കൂ. ലക്ഷക്കണക്കിന് പൈസകളാണ് ഫ്ലെക്സിനും കട്ടൗട്ടിനും വേണ്ടി ഉപയോഗിക്കുന്നത്. ആർക്ക് വേണ്ടിയാണെന്ന് കൂടി ഓർക്കണം. ആർക്ക് വേണ്ടിയാണ് എന്ന് കൂടി ഓർക്കണം ബഹുമാനികളെ. ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് 5 നേരവും ഫാത്തിഹയിൽ നമ്മൾ പറയുന്നില്ലേ? എത്ര നേരമാ പറയുന്നത്? ഓരോ റക്അത്തിലും പറയുന്നുണ്ട് ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന്. അല്ലാഹുവേ, നിന്റെ ദേഷ്യത്തിന് പാത്രീഭൂതരായവരുടെ മാർഗം, വഴിപിഴച്ചു പോയവരുടെ മാർഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻസിനെയും ജൂതന്മാരെയും ഫാത്തിഹയിൽ നിന്ന് നമ്മൾ കുറ്റം പറയും. നിസ്കാരം കഴിയുമ്പോൾ അവരുടെ കൊടി പിടിക്കുകയും ചെയ്യും. ആലോചിച്ച് നോക്കൂ. കായിക ആസ്വാദനം അതിൽ മാത്രം നിൽക്കണം. അതിനപ്പുറത്തേക്ക് ഒരു ആരാധനാ മനോഭാവം വെച്ച് പുലർത്തി കഴിഞ്ഞാൽ ബഹുമാനികളെ, പാവപ്പെട്ട ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ നമ്മളോട് പൊറുക്കുകയില്ല എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉണർത്തുകയാണ്. ബഹുമാനികളെ, മുഅ്മിനീങ്ങളാണെങ്കിൽ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ തൊട്ട് തിരിഞ്ഞു കളയണം. നമ്മളോ നമ്മുടെ മക്കളോ അതിൽ വ്യാപൃതരാണ് എങ്കിൽ അനധിവിദൂര ഭാവിയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണം നമ്മളിലേക്ക് വരും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ മഹത്വവും പോരിശയും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനികളെ, മയ്യത്ത് നിസ്കാരം ഏൽപ്പിച്ചിട്ടുണ്ട്. തൊയക്കാവ് നാലകത്ത് അബ്ദുൽ ലത്തീഫ് ഭാര്യ ഖദീജ എന്നവർ, കരിപ്പായി ഹനീഫ ഹാജി ഭാര്യ സുഹറ പാടൂർ, അബ്ദുൽ റഹീം പാലക്കൽ ഹൗസ് കണിമംഗലം, ഇത്രയും ആളുകൾക്ക് വേണ്ടിയുള്ള മയ്യസ്കാരമുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. റഹമുറഹീമായ രാജസീതായ തമ്പുരാനെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. ഞങ്ങളുടെ വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലുമുള്ള അപാകതകൾ നീ പരിഹരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ആഖിബത്ത് നീ നന്നാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലവിധ പ്രയാസങ്ങളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണം റഹ്മാൻ. ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ, കടങ്ങളുള്ളവർക്ക് കടം വീട്ടാനുള്ള മാർഗം നീ എളുപ്പമാക്കണം റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി നീ നൽകണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് അനുയോജ്യമായ വീട് നൽകണം റഹ്മാനെ. സന്താനങ്ങളില്ലാത്തവർക്ക് നീ സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണം റഹ്മാനെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നൽകിയിട്ടുള്ള നിഅമത്തുകളിൽ ബറക്കത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെയെല്ലാം നീ സ്വാലിഹീങ്ങളാക്കി തരണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിന്റെ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതിലേക്ക് സഹായിച്ചവരെ നീ സഹായിക്കണം റഹ്മാനെ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സിഗാറ. പടച്ചവനെ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ആരുടെ മണ്ണിലാണ് റബ്ബേ, അവർക്കെല്ലാം നീ കരുണ ചെയ്യണം റഹ്മാനെ. മഗ്ഫിറത്തും മർഹമത്തും നൽകണം റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله.